എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ജൂനിയർ ഓപ്പറേറ്റർ ഫയർ തസ്തികയിലേക്കാണ് ജോലി അവസരമുള്ളത്. വേക്കൻസി 18 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സാണ്. +2 പാസ്സായിരിക്കണം. 50% മാർക്കുണ്ടായിരിക്കണം. 50% മാർക്കോടുകൂടി +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഈ കണ്ണൂർ എയർപോർട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥലമൊക്കെ വിട്ടുകൊടുത്തിട്ടുള്ള വീട്ടിലുള്ള ക്യാൻഡിഡേറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്കിൻ്റെ അടിസ്ഥാനമില്ല, ജസ്റ്റ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന കിട്ടുന്നതായിരിക്കും. എന്താണെന്ന് നോക്കാം. ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഓർ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ICAO സിലബസ് ഇൻ എയർപോർട്ട് ഫയർ ഫൈറ്റിംഗ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഇനി ഇതുകൂടാതെ വാലിഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. ക്യാൻഡിഡേറ്റ്സിന് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റ്സ് ഷുഡ് ഏബിൾ ടു ഒബ്റ്റെയിൻ HMV ലൈസൻസ് വിത്തിൻ 1 ഇയർ ഓഫ് അപ്പോയിൻമെൻറ്റ്. നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്ത് 1 ഇയറിനകം HMV ലൈസൻസ് നിങ്ങൾ എടുത്തിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രായപരിധി നോക്കാം. 24 വയസ്സാണ് പ്രായപരിധി വരുന്നത്. 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ഇനി BTC ഓർ ഇക്വലൻറ്റ് ICAO കോഴ്സ് ക്വാളിഫൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവുണ്ട്. 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻഡിഡേറ്റ്സ് ഫ്രം എവിക്റ്റി കാറ്റഗറി അതുപോലെ തന്നെ എക്സ് സർവീസ് മെൻ ആണെങ്കിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. 29 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതാണ് പ്രായപരിധി വരുന്നത്. ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 25,000 രൂപയാണ്. അപ്ലൈ ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ച് ആവശ്യമാണ്. അത് മീറ്റ് ചെയ്യണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈറ്റ് വരുന്നത് നോട്ട് ലെസ് ദാൻ 167 സെൻറ്റിമീറ്റർ ആണ്. 167 സെൻറ്റിമീറ്ററിൽ കുറയാനായിട്ട് പാടില്ല. ഫീമെയിൽസ് ആണെങ്കിൽ 162 സെൻറ്റിമീറ്ററിൽ കുറയാൻ പാടില്ല. ഇനി എവിക്റ്റി കാറ്റഗറി ആണെങ്കിൽ 165 സെൻറ്റിമീറ്ററിൽ കുറയാനായിട്ട് പാടില്ല. ഇതാണ് ഹൈറ്റ് വരുന്നത്. ചെസ്റ്റ് നോർമൽ 81 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനാണ് വരുന്നത് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രം. വെയ്റ്റ് നോട്ട് ലെസ് ദാൻ 55 kg. ഫീമെയിൽ ആണെങ്കിൽ 45 kgയിൽ കുറയാൻ പാടില്ല. ഐസൈറ്റ് വരുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലാസസ് 2 കണ്ണിനും 6/6 ആണ് വരുന്നത്. ഹിയറിംഗ് ആൻഡ് സ്പീച്ച് നോർമൽ ആയിരിക്കണം. ഇനി എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷന് കാരണമാവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഡീഫോമിറ്റി, ക്രോണിക് ഡിസീസസ്, കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെയാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മേജർ ഓപ്പറേഷൻ ഒന്നും കഴിഞ്ഞ ആൾക്കാരാവരുത്. ഒരുപാട് നേരത്തേക്കൊക്കെ ഫിസിക്കൽ സ്ട്രെയിൻ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിലൊക്കെ തയ്യാറാണെന്നുണ്ടെങ്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. എവിക്റ്റി കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ലാൻഡ് അക്വിസിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഹാർഡ് കോപ്പിയും കൂടി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടി നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നോർമൽ കാറ്റഗറി ആണെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഏജ്, എക്സ്പീരിയൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എവിക്റ്റി കാറ്റഗറി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മാക്സിമം സൈസ് വരുന്നത് 21 KB ആണ്. JPG, GIF അല്ലെങ്കിൽ PNG ഫോർമാറ്റ് ആയിരിക്കണം. ഡയമെൻഷൻ 150x173 പിക്സലാണ് വരേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 10 വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി
സെലക്ഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വെഹിക്കിൾ ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഈ പറയുന്ന 8 ഇവൻറ്റ്സ് ആണ്. ഇതിൽ 5 എണ്ണം ക്വാളിഫൈ ആകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. 100 മീറ്റേഴ്സ് റൺ, മെയിൽ ആണെങ്കിൽ 14 സെക്കൻഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫീമെയിൽസ് ആണെങ്കിൽ 17 സെക്കൻഡ്സ്. പിന്നെ വരുന്നത് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, റോപ്പ് ക്ലൈംബിംഗ്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റൺ. ഇത്രയാണ് വരുന്നത്. ഇതിൽ 5 എണ്ണം ക്വാളിഫൈ ആകുന്നവർക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. ഫിസിക്കൽ മെഷർമെൻ്റൊക്കെ ആദ്യമായിരിക്കും എടുക്കുന്നത്. അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ക്യാൻഡിഡേറ്റ്സ് സെലക്ഷന് പോകുമ്പോഴത്തേക്കും എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾക്കുള്ള എല്ലാ അഡ്മിറ്റ് കാർഡും കോൾ ലെറ്ററും ഒക്കെ തന്നെ സൈറ്റിലായിരിക്കും വരുന്നത്. നോൺ BTC ക്യാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് വിടുന്നതായിരിക്കും. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയായിരിക്കും സ്റ്റൈഫൻ്റായിട്ട്. അതുപോലെ തന്നെ സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സ് 3 ഇയേഴ്സ് എങ്കിലും ജോലി ചെയ്യാന്നുള്ളൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ എവിക്റ്റി കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരിട്ട് അയച്ചും കൊടുക്കണം. പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ദ മാനേജിംഗ് ഡയറക്ടർ, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് PO, മട്ടന്നൂർ, കണ്ണൂറാണ്. പിൻകോഡ് 670708. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് എലിജിബിലിറ്റി, കൺസേൺ ലെറ്ററും കോപ്പി ഓഫ് LACയും കൂടി വെച്ച് വേണം അയക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ത് പോസ്റ്റ് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ അണ്ടർ എവിക്റ്റി കാറ്റഗറി എന്ന് എഴുതി വേണം അയക്കാനായിട്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 10 ആണ്, മറക്കണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് കണ്ണൂർ എയർപോർട്ട് .aero എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കരിയർ പേജ് കിട്ടും. ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അത് ഓപ്പൺ ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ കാണാം. എല്ലാം വായിച്ച് നോക്കണം. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കോളത്തിൽ ടിക്ക് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.